കത്തിക്കപ്പെടുന്നത്. വൽ ഹിജാറ, കല്ലുകളെയുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. നരകത്തിന്റെ ഇന്ധനമായിക്കൊണ്ട് അല്ലാഹു തആല ഇന്ധനമായിക്കൊണ്ട് കത്തിക്കപ്പെടുന്നത് അതിൽ മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കല്ലുകൾ പോലും അതെന്താ, ഒരു പ്രത്യേക സൈസ് കല്ലുകളാണ്. കല്ലുകൾ മറ്റൊരിടത്തും അല്ലാഹു തആല അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അതിലേക്ക് ചില കാരണങ്ങളൊക്കെ പറയുന്നത് ഇൻഷാ അല്ലാഹ്, അതൊന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല. കല്ലുകൾ നിങ്ങൾക്കറിയുമോ ഒരു സംഭവം? വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലുകളുടെ കൂട്ടത്തിൽ വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. കല്ലുകളുടെ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട്. ആ കല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വെള്ളം ഒഴുകി വരുന്ന ചില പാറകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തുണ്ടാകും? അതിൽ നിന്ന് വെള്ളങ്ങൾ പൊട്ടി ഒഴുകുന്നത് കാണാൻ കഴിയും. വെള്ളമില്ലാത്ത ചില കിണറിൽ അല്പം കുഴിയെടുത്തുകൊണ്ട് അതില് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കല്ലുകളുടെ കൂട്ടത്തിലുണ്ട്. മേൽഭാഗത്തിൽ നിന്നും താഴോട്ട് ഉരുണ്ടിരുണ്ട് വരുന്ന കല്ലുകളുണ്ട്. മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയുന്ന ഒരു സംഭവം, നമ്മുടെ തമിഴ്നാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ദർസ് നടത്തിയ ഒരു പള്ളിയുണ്ട്. മസ്ജിദ് മീഖായിൽ എന്ന് പറയുന്ന പള്ളി. മസ്ജിദ് മീഖായിൽ എന്നാണ് ആ പള്ളിയുടെ പേര്. തമിഴ്നാട്ടിലെ കായൽ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത്, ഏർവാടി, മുത്തുപേട്ട ഭാഗങ്ങളിലൊക്കെ സിയാറത്തിന് പോയ ആളുകൾക്കറിയാം. ബഹുമാനപ്പെട്ട കുതുബിയ്യത്ത് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് ഉൾക്കൊള്ളുന്ന കുതുബിയ്യത്ത് ഉണ്ടാക്കിയ മഹാനവറുകളാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ് കുതുബിയ്യത്ത് ഉണ്ടാക്കിയത്. ഈ കായൽ പട്ടണം എന്ന് പറയുന്ന ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദ് മീഖായിൽ എന്നാണ് ആ പള്ളിയുടെ പേര്. മീഖായിൽ അലൈഹിസ്സലാമിന്റെ പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. മീഖായിൽ അലൈഹിസ്സലാം ആ പള്ളിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പള്ളിയുടെ പരിസരത്താണ് ബഹുമാനപ്പെട്ട